നമസ്തേ. നാട്ടുവരമ്പിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജൈവ കാർഷിക മേഖല ഏറെ പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് ജൈവ കൃഷി പരിപോഷിപ്പിച്ച് ഉൽപ്പന്നങ്ങളുടെ വിപണി കണ്ടെത്തി മുന്നേറുന്ന യുവ സംരംഭകരുടെ വിശേഷങ്ങളാണ് ഇത്തവണത്തെ നാട്ടുവരമ്പിൽ. ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ബാംഗ്ലൂരിലായിരുന്നു. കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ കൂടുതൽ ഓർഗാനിക് കാര്യങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ അതിൻ്റെ വ്യത്യാസം ശരിക്കും മനസ്സിലായി തുടങ്ങിയതിന് ശേഷം ഞാൻ ഹസ്ബൻഡും തീരുമാനിച്ചു ഇവിടെ തിരുവനന്തപുരത്ത് ഒരെണ്ണം തുടങ്ങാം. പച്ചക്കറി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരിതാണ് ഓർഗാനിക് ഫ്രൂട്ട്സ് നമ്മൾ നേരിട്ട് കഴിക്കുന്നതിനാൽ അത് അത്രയും തന്നെ സൂക്ഷിക്കേണ്ടതാണ്. ഇപ്പോൾ വരുന്ന കാർബൈഡ് വെച്ച് പഴുപ്പിക്കാതെയും അങ്ങനത്തെയുള്ള മാമ്പഴമാണ് നമുക്ക്, അതായത് ഓർഗാനിക്കലി ഗ്രോ ആയിട്ടുള്ള മാമ്പഴമാണ് നമുക്കുള്ളത്. നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് സിന്ദൂര എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. അത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ വരുന്നതാണ്. സിന്ദൂര ഉണ്ട്, ബങ്കനപ്പള്ളിയും ശരിക്കും ഇത് ആന്ധ്ര എന്നാണ് വരുന്നത്. ബങ്കനപ്പള്ളിയും ഇമാം ബസന്ത് ഇതൊക്കെ നല്ല ശരിക്കും മധുരമുള്ള മാമ്പഴമാണ്. പിന്നെ ഇപ്പോഴത്തെ ഈ ചൂടിൻ്റെ ഒരു ഇത് കാരണം മാത്രം ഇങ്ങനെ ഒരുപാട് നല്ല ഭംഗിയൊന്നുമല്ല. അതുപോലെ തന്നെ അൽഫോൺസോ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുണ്ടാകുന്ന അൽഫോൺസോ ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അല്ലെങ്കിൽ ഇത് മഹാരാഷ്ട്ര രത്നഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് അതിൻ്റെ മെയിൻ ഇത്. അവിടുത്തെ നല്ല കോസ്റ്റ്ലിയുമാണ്, അതുപോലെ തന്നെ നല്ല മധുരവുമാണ്. പിന്നെ ഉള്ളത് നമ്മുടെ നീലം എന്ന് പറഞ്ഞ വെറൈറ്റി, അത് നമ്മുടെ നാട്ടിലും ഒക്കെ ഉള്ളതാണ് നീലം. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ തനതായ രീതിയിൽ തന്നെ പഴുപ്പിച്ചെടുക്കുന്നതാണ്. അത് ഈ കച്ചിയിലൊക്കെ വെച്ച് പഴുപ്പിച്ചെടുക്കുന്നതാണ്, അല്ലാതെ കാർബൈഡ് ഒന്നും അടിച്ച് വരുന്നതല്ല. ഇത് സാധാരണഗതിയിൽ പുറത്തൊക്കെ കിട്ടുമ്പോൾ എല്ലാം നല്ല മഞ്ഞ കളറിലിരിക്കും. മരുന്നടിച്ച് അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇതൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ മധുരം കൂട്ടുന്നത്. ഇത് മാത്രമല്ല, തണ്ണിമത്തനും ഒക്കെ അത് വളരെ ഇതാണ്, അവർ പുറത്ത് ഇഞ്ചെക്റ്റ് ചെയ്ത് മധുരം കയറ്റുന്നുണ്ട്, കളറും അങ്ങനെ തന്നെ വരുത്തുന്നുണ്ട്. അപ്പം ഓർഗാനിക് കൃഷിയിൽ ഭംഗി അധികം കാണില്ല. ഭംഗി കണ്ട് മേടിക്കാൻ പോയാൽ ഓർഗാനിക്കിൽ അധികം കിട്ടില്ല. പിന്നെ പെസ്റ്റിസൈഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പുഴുവരിക്കാനും അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങൾ അത് ഭക്ഷിക്കാൻ ചാൻസ് കൂടുതലാണ്. കാരണം അവർക്ക് മനുഷ്യരെക്കാട്ടിലും കൂടുതലറിയാം അതിൽ വിഷമില്ല എന്നുള്ളത്. പെസ്റ്റിസൈഡ്സ് ഒന്നും അടിക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് നാൾ ഇരിക്കില്ല. ഇതിൻ്റെ ഒരു ഇപ്പം ഇതിൽ ചെടിയിൽ നിന്ന് അത് പറിച്ചെടുത്ത് അതിൻ്റേതായ ഒരു 2-3 ദിവസം മാത്രം, പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുമ്പോൾ. പക്ഷേ നമ്മളൊക്കെ പറയുന്നത് എത്രയും പെട്ടെന്ന് കുറേശ്ശെ മേടിച്ച് പെട്ടെന്ന് യൂസ് ചെയ്യാമെങ്കിൽ അത്രയും ഗുണമാണ് അതിൻ്റെ. കാർഷിക ഉൽപ്പന്നങ്ങൾ ജൈവമാണെന്ന് ഉറപ്പുവരുത്താൻ കടമ്പകളേറെയാണ്. കർഷകർ, സംരംഭകർ, കാർഷിക ഗവേഷകർ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. അതാത് കാർഷിക മേഖലകളിലെ അംഗീകൃത ഏജൻസികളാണ് കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നത്. NGOs അവരുടെ പിന്നെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അവിടെയുള്ള ഫാമേഴ്സിന് അവരുടെ ലാൻഡിൽ ഇവർ പറയുന്ന അനുസരിച്ച് കൃഷി ചെയ്ത് അവർ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുകയും പിന്നെ അവരുടെ നേതൃത്വത്തിലാണ് ഇത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ വേറൊന്നും ആഡ് ചെയ്യുക, പെസ്റ്റിസൈഡ്സോ ഫെർട്ടിലൈസേഴ്സോ ഒന്നും ആഡ് ചെയ്യാതെ ജൈവ വളത്തിൽ മാത്രം തന്നെ കൃഷി ചെയ്ത്, അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ സീസണലായിട്ട്, അതായത് കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. റെഡ് ലേഡി പപ്പായയുണ്ട്, അതല്ലാതെ പിന്നെ മസ്ക് മെലൻ, ഷമാം എന്ന് പറയും ഇവിടെ, മസ്ക് മെലൻ. ഇതൊക്കെ ഡയബറ്റിക്കുകാർക്കൊക്കെ വളരെ നല്ലതാണ്. തണ്ണിമത്തനെക്കാട്ടിലും ഡയബറ്റിക് ഉള്ളവർക്ക് വളരെ നല്ലതാണ് മസ്ക് മെലൻ എന്ന് പറയുന്നത്. കഴിവതും ജ്യൂസിനെക്കാട്ടിലും ഫ്രൂട്ട്സ് അങ്ങനെ തന്നെ കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. നമ്മൾ ഫ്രൂട്ട്സ് പിന്നെ ജ്യൂസാക്കി കഴിയുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഓറഞ്ച് നമ്മൾ ജ്യൂസ് ആക്കുമ്പോൾ അതിൽ മിനിമം ഒരു 4-5 എണ്ണം എടുക്കേണ്ടി വരും. പക്ഷെ ഒരു ഫ്രൂട്ടായിട്ട് കഴിക്കുമ്പോൾ അത് ഒരെണ്ണമായിട്ട് നമ്മൾ കഴിക്കും. അത്രയും ഷുഗർ കോൺസെൻട്രേറ്റ് നമുക്ക് കുറഞ്ഞിരിക്കും. ക്യാരറ്റുണ്ട്, അതുപോലെ ഹാരിക്കോട്ട് ബീൻസ് എന്ന് പറയും. നമ്മുടെ നാടൻ ബീൻസ് കുറച്ചും കൂടി വലുതായിരിക്കും. ഇത് ഹാരിക്കോട്ട് ബീൻസ് കുറച്ചും കൂടെ നല്ല എന്താണ് ചെറുതായിരിക്കും. അതുപോലെ അരിയാനൊക്കെ വളരെ എളുപ്പമാണ്. അത് ഏറ്റവും ചെറിയ നല്ല പച്ചയായിട്ടുള്ള ഈവൻ സാലഡായിട്ട് വരെ ഇത് കഴിക്കാവുന്നതാണ് നേരിട്ട്.
അതുപോലെ വെണ്ടയ്ക്ക, സാലഡ് കുക്കുംബർ, പിന്നെ ഇംഗ്ലീഷ് കുക്കുംബർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സാലഡിന് നേരിട്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്ന സാധനങ്ങളാണ്. തക്കാളിയുടെയൊക്കെ ടേസ്റ്റ്, അതായത് ഓർഗാനിക്കിൽ ഞങ്ങൾ അങ്ങനെയാണ് ആ ടേസ്റ്റ് വ്യത്യാസം മനസ്സിലാക്കി. തക്കാളി ആദ്യം കഴിച്ചിട്ടാണ് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം മനസ്സിലാക്കി ഇത് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഓർഗാനിക് മേടിക്കാനായിട്ട്. നമ്മളുടെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഓർഗാനിക്കിലേക്ക് മാറിയത് തന്നെ 2013. സർക്കാർ മേഖലയിൽ വെള്ളായണി കാർഷിക കോളേജിൽ ഭക്ഷ്യവസ്തുക്കളിലെ കീടനാശിനി സാന്നിധ്യം തിരിച്ചറിയാൻ ആധുനിക പരീക്ഷണശാല പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിന്റെ സേവനം പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്നതും അതുപോലെ വിവിധ വിപണന കേന്ദ്രങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന പഴം, പച്ചക്കറികൾ, മീൻ, ഇറച്ചി, അതുപോലെ സ്പൈസസ്, പൾസസ്, അങ്ങനെ എല്ലാ സാധനങ്ങളിലും അടങ്ങിയിട്ടുള്ള പെസ്റ്റിസൈഡിൻ്റെ അവശിഷ്ട വിഷാംശം നിർണ്ണയിക്കുകയാണ് നമ്മുടെ ലാബിൻ്റെ ലക്ഷ്യം. ഈ സോഷ്യൽ മീഡിയ എന്നുള്ളൊരു ഇത് വന്നതിന് ശേഷം ഓർഗാനിക്കിനെ കുറിച്ചുള്ള അവയർനെസ് കുറേ കൂടി ആൾക്കാരിലേക്ക്, യങ്സ്റ്റേഴ്സിലേക്കും കുറേ കൂടി ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് ഇതിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഒരു ഇതെന്ന് പറയുന്നത് കോസ്റ്റാണ് ഒരു പ്രോബ്ലം. അത് ഒന്ന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഇതിലേക്ക് വരാൻ പറ്റും. ഇനിയും കുറച്ചും കൂടി അവയർനെസ് വരാനുണ്ട് എന്നുള്ളതാണ് ഇത്. ജൈവ കൃഷിയുടെ പ്രാധാന്യം പുതുതലമുറ തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് വിപണിയിൽ ജൈവ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരേറിയത്. ഇപ്പോൾ നിരവധി യുവ സംരംഭകർ ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിപണിയിലെത്തിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. മുന്നത്തെ കാലം ഒരു മാറ്റമുള്ളത് ഇപ്പോൾ IT മേഖലയിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കൃഷിയിലേക്ക് കൂടുതൽ വരാനായിട്ട് താല്പര്യമുണ്ട്. കൃഷിയിലേക്ക് വരുന്നുണ്ട്. കാരണം അവർക്ക് സാറ്റർഡേ സൺഡേ കൂടുതൽ അവധിയുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് അവർക്കൊരു സ്ട്രെസ് റിലീഫ് എന്നുള്ള രീതിക്ക് തന്നെ അവർ കൃഷിയിൽ വരുന്നുണ്ട്. അത് സ്വന്തം സ്ഥലത്ത് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ പാട്ടത്തിനടുത്ത് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കൂടുതലാണ്. അതുപോലെ തന്നെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഓർഗാനിക് ഷോപ്പുകളും ഇപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാടൻ ഓർഗാനിക് തമ്മിലുള്ള വ്യത്യാസം ഒരു തരത്തിലുള്ള രാസകീടനാശിനികളോ രാസപദാർത്ഥങ്ങളോ ഉപയോഗിക്കാതെ ഓർഗാനിക്കായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഇപ്പം ഫാക്ടംബോസോ, യൂറിയ, പൊട്ടാഷോ അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതല്ലാതെ നമുക്ക് ചാണകം വെച്ചിട്ടുള്ള ഗോമൂത്രം വെച്ചിട്ട് തന്നെ പഞ്ചഗവ്യ, അമൃതപാനി, ജീവാമൃതം, അല്ലെങ്കിൽ മീൻ കൊണ്ടുള്ള മിശ്രിതമുണ്ട്, മുട്ട കൊണ്ടുള്ള മിശ്രിതമുണ്ട്, ചാണകപ്പൊടി നമുക്ക് ഉപയോഗിക്കാം. ഇതെല്ലാം ചെയ്യുന്നതിനും അത് തിരഞ്ഞെടുക്കുന്നതിനുള്ള രീതിയിലാണ് വ്യത്യാസം വരുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിക് ചെയ്യണമെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഈ പറഞ്ഞ സാധനങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും, കോസ്റ്റ് എഫക്റ്റീവായിട്ട്. പുറത്ത് നിന്ന് വില കൊടുത്ത് വാങ്ങി ചെയ്യണമെങ്കിൽ ഒരിക്കലും ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റില്ല. കൃത്യമായിട്ട് ഈ നമ്മളുണ്ടാക്കുന്ന സാധനങ്ങൾ നല്ല വില തന്ന് എടുക്കാൻ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഓർഗാനിക് ചെയ്യുന്നത് എന്തുകൊണ്ടും നമുക്ക് ലാഭകരമാണ്. ആദ്യത്തെ ഒരു 3 കൊല്ലം നമുക്ക് ഒരു കൊല്ലമെങ്കിലും എടുക്കും. അതൊന്ന് ഓർഗാനിക് എന്താണെന്ന് പുതിയതായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഓർഗാനിക് രീതി മനസ്സിലാക്കി എടുക്കാനായിട്ട് 1 കൊല്ലത്തോളം സമയമെടുക്കും. അത് 3 ക്രോപ്പ് സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഏത് സമയത്ത് എന്ത് വരും, അതിന് എന്ത് ചെയ്യണം, ഏത് പെസ്റ്റിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള മനസ്സിലാക്കാനുള്ള സമയം. നമുക്ക് പല സ്ഥലത്തും നമ്മൾ കളക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നുള്ളതുണ്ട്, പാലക്കാട് നിന്നുള്ളതുണ്ട്, ബാംഗ്ലൂരിൽ നിന്നുള്ള മാങ്ങ, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്, നാടനായിട്ടുള്ള മുട്ട, അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്, പഴങ്ങളുണ്ട്. ഇങ്ങനെ പലതും പല സ്ഥലത്തു നിന്നാണ് വരുന്നത്. പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒരു വീടിൽ വേണ്ട പച്ചക്കറി കൃഷി എങ്ങനെ ചെയ്യാം, അതിന് വേണ്ട ഗൈഡൻസ് കൊടുക്കാറുണ്ട്. അത് ചെയ്തു കൊടുക്കാറുണ്ട്. കാരണം പണിക്കാരെ കിട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഒന്ന് ടെക്നിക്കലായിട്ടുള്ള, അപ്പോൾ ടെക്നിക്കലായിട്ട് നമ്മൾ ടെറസ് ഗാർഡൻ ആണെങ്കിൽ അങ്ങനെ, തറയിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ഓർഗാനിക് ഫാം എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതിന് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെയിൻ്റനൻസ് നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻ്റനൻസ് ആണ് ഇപ്പോൾ ഒരു പ്രധാന ഇഷ്യൂ ഉള്ളത്. ഇതിലൊക്കെ തന്നെ ഒരു തരത്തിലുള്ള കീടനാശിനികളോ രാസവളങ്ങളോ ഉപയോഗിക്കാതെയാണ് ഓർഗാനിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ നമ്മുടെ ടീമെന്ന് പറയുന്നത് ഞങ്ങൾ 4 പേരാണ്. നമ്മൾ 4 പേരും വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ നിന്നും വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇത് അരുണാണ് കൂടുതലും കൃഷിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇതിന് മുന്നേ FIAയുടെ പ്രോഗ്രാമൊക്കെ കോർഡിനേറ്റ് ചെയ്ത ഒരാളാണ്. കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഇവിടെ നടക്കുന്ന അഗ്രികൾച്ചർ ആക്ടിവിറ്റിയുടെ മെയിൻ ചാർജ് ചെയ്യുന്നത് അരുണാണ് ചെയ്യുന്നത്. പിന്നെയുള്ളത് ആനന്ദ്. ഇപ്പോൾ നമ്മൾ ഷോപ്പായതുകൊണ്ട് തന്നെ ഷോപ്പിന് ഡെലിവറിയാണ് നമ്മൾ കൂടുതലുള്ള ഓർഗാനിക് പ്രോഡക്റ്റുകൾ ഡെലിവറി ചെയ്യുക. അപ്പം ഈ വക സാധനങ്ങൾ ഡെലിവറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആനന്ദാണ്. വൈശാഖാണ് 3ാമത്തെ ആൾ. വൈശാഖ് ചെയ്യുന്നത് അക്കൗണ്ട്സാണ് വൈശാഖ് കൈകാര്യം ചെയ്യുന്നത്.
ഇത്തരത്തിലാണ് ഇതിനകത്തുള്ള വർക്കിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിലും എല്ലാവരും എല്ലാത്തിനും ഉണ്ടാവും. നമ്മളെല്ലാ വർക്കും ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഷോപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഈ അഗ്രികൾച്ചർ വർക്കുകളൊക്കെ ചെയ്തിരുന്നത് ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ടാണ് ചെയ്തിരുന്നത്. കാരണം പണിക്കാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. അതിനുശേഷം നമ്മൾ വർക്കേഴ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുത്തിട്ട് നമ്മുടെ ഒരു രീതിയിൽ, കാരണം പഴയ ആൾക്കാരായതുകൊണ്ട് തന്നെ എത്ര പറഞ്ഞാലും അവർക്ക് യൂറിയയും ഫാക്ടംഫോസും ഇടാതെ കൃഷി ചെയ്യാനായിട്ട് പറ്റില്ല. അത് ചെയ്താലേ വിളവുണ്ടുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ കൂടെ നിന്ന് 1-2 വർഷം നിന്നപ്പോഴാണ് അതില്ലാതെയും വിളവുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവരത് മനസ്സിലാക്കി വന്നത്. പക്ഷെ അതിന് കുറച്ച് ടൈം നമ്മൾ എടുക്കേണ്ടി വന്നു. ഓർഗാനിക് എങ്ങനെ നമുക്ക് ചെയ്യാം? ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ പഴം, പച്ചക്കറികൾ, അരി എന്നുള്ളതിൽ മാത്രമല്ല, നമ്മൾ വീട്ടിൽ നിത്യം ഉപയോഗിക്കുന്ന ഇപ്പം ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഔട്ട്ഡോർ പ്ലാന്റ്സ് ചെയ്യുന്നുണ്ട്, ഗാർഡനിങ് ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ തന്നെ പലതരത്തിലുള്ള രാസകീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ ടിപ്സിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു എയിം ഉള്ളത് ഇതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിട്ട് ഓർഗാനിക്കായിട്ട് ഇത് ചെയ്യാം, അതാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്. ഇപ്പോൾ ഈ വരുന്ന സാധനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ വിൽക്കുന്ന എല്ലാ സാധനങ്ങളും ഓർഗാനിക് ആണെന്നുള്ളതിന് ആദ്യം നമ്മൾ ഉറപ്പ് വരുത്തും. അതിനുശേഷം മാത്രമേ നമ്മൾ സാധനങ്ങൾ വിൽക്കാനായിട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ ഉറപ്പ് വരുത്താനായിട്ട് ഒന്ന് കൂടുതൽ ഏരിയയിൽ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ തേർഡ് പാർട്ടി സർട്ടിഫിക്കേഷൻ, ഇപ്പോൾ ഇന്ത്യ ഓർഗാനിക് അത്തരത്തിലുള്ള തേർഡ് പാർട്ടി സർട്ടിഫിക്കേഷൻസ് ഉള്ള ഫാമുകളുണ്ട്. രണ്ടാമതുള്ളത് PGS സർട്ടിഫിക്കേഷനാണ്. അതൊരു ഗ്രൂപ്പ് സർട്ടിഫിക്കേഷനാണ്. PGS ആയിട്ടുള്ള ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് അവർ സർട്ടിഫൈ ചെയ്യും ആ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളൊക്കെ ഓർഗാനിക് ആണെന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള നമ്മൾ സാധനം എടുക്കുന്നുണ്ട്. ചില ആൾക്കാരുണ്ട്, ഇപ്പോൾ വീടുകളിൽ കൃഷി ചെയ്യുന്നവരുണ്ട് വളരെ മിനിമം ഏരിയയിൽ, അപ്പം അവർക്ക് ഗ്രൂപ്പ് ആവാനും പറ്റില്ല, എന്നാൽ തേർഡ് പാർട്ടി സർട്ടിഫിക്കേഷൻ എടുക്കാൻ, കാരണം അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ചെന്ന് കണ്ട്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളൊരു ടീമുണ്ട്, ഓർഗാനിക്കായിട്ട് ഇത്രയും വർഷം നമ്മൾ ചെയ്തതുകൊണ്ട് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പോയി കണ്ട് അവർ ചെയ്യുന്നത് ഓർഗാനിക് ആണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തി നമ്മുടെ കർഷകനായിട്ട് രജിസ്റ്റർ ചെയ്യണം. അത് ICS ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം പ്രകാരം അവർ ഓർഗാനിക് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ സാധനങ്ങൾ എടുക്കുകയുള്ളൂ. പല ആൾക്കാർക്കും സ്ഥലങ്ങൾ ഒരുപാട് കിടപ്പുണ്ട്, അതെന്ത് ചെയ്യണമെന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെയ്യുന്നത് ആദ്യം സ്ഥലം പോയി നോക്കിയിട്ട് അവിടെ എന്ത് കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ട് പറ്റും. ചില സ്ഥലത്ത് തെങ്ങായിരിക്കും, ചിലത് ഫ്രൂട്ട്സ് ആയിരിക്കാം, വാഴയായിരിക്കാം, പച്ചക്കറി ആയിരിക്കാം. അപ്പോൾ അത്തരത്തിൽ ആ സ്ഥലം പോയി നോക്കിയിട്ട് അവിടെ ലേ ഔട്ട് ചെയ്ത് നമ്മളൊരു പ്ലാൻ അവർക്ക് കൊടുക്കും. ആ പ്ലാന് പ്രകാരം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. 3 കൊല്ലം നമ്മൾ കൃത്യമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്ക് തന്നെ അത് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ നമ്മൾ സമീപിക്കുന്നത് ഫ്രൂട്ട്സാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ടത്. അപ്പോൾ വീടിന് ചുറ്റുമുള്ള സ്ഥലത്ത് പലതരത്തിലുള്ള ഫ്രൂട്ട്സ്, ഇപ്പോൾ റംബൂട്ടാൻ, മാംഗോ, പ്ലാവ് തൊട്ട് എല്ലാ സാധനങ്ങളും നമുക്ക് ബഡ് അവൈലബിൾ ആണ്. നമ്മൾ നട്ട് കഴിഞ്ഞ് 1-ാം കൊല്ലം തൊട്ട് 3-ാം കൊല്ലം വരെ ആകുമ്പോൾ നമുക്ക് വിളവ് കിട്ടുന്നുണ്ട്. അപ്പോൾ പക്ഷേ അത് നടുന്നതിനും ചെയ്യുന്നതിനും സ്ഥലം തിരഞ്ഞെടുക്കുന്നതിനും പല രീതികളുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു പ്രദേശത്ത് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ കൃഷി ചെയ്യുക, അതെങ്ങനെ എന്നുള്ളതാണ് ഗ്രീൻ ടിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കിവിടെ പച്ചക്കറി മാത്രമല്ല ഉള്ളത്, പച്ചക്കറി അല്ലാതെ തന്നെ പലതരത്തിലുള്ള ഇപ്പോൾ ഗ്രോസറി ഐറ്റംസ് ഉണ്ട്, എണ്ണയുണ്ട്, നെയ്യുണ്ട്, തേനുണ്ട്. ഇതൊക്കെ തന്നെ തേന് നമ്മൾ പമ്പ കാട്ടിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു സോഴ്സ് മാത്രമേ ഉള്ളൂ. പമ്പ കാട്ടിൽ തേനുണ്ടാകുന്ന സമയത്ത് അവിടെ നമ്മൾ ബൾക്ക് എടുത്തിട്ട് ഒന്ന് വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. 2 നെയ്യ് വരുന്നത് A2 നെയ്യ്, അതായത് നാടൻ പശുവിൻ്റെ നെയ്യാണ് നമ്മൾ കൊടുക്കുന്നത്. നാടൻ പശു ആകുമ്പോൾ മേഞ്ഞ് നടക്കുന്നതും അത്തരത്തിൽ വൈൽഡായിട്ട് വളരുന്ന ഒന്നാണ്, അല്ലെങ്കിൽ കാലിത്തീറ്റയോ പിണ്ണാക്കോ കൊടുക്കേണ്ട ആവശ്യമില്ല അതിന്. അതുകൊണ്ട് അത്തരത്തിലുള്ള നെയ്യാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളത് വെളിച്ചെണ്ണയാണ്. ശരിക്കും ഞങ്ങൾ ഈ ഒരു സംരംഭത്തിലേക്ക് തുടങ്ങിയ സമയത്ത് നമുക്ക് ഒരുപാട് എതിർപ്പുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഓർഗാനിക് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്, ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇനി എന്താ കിട്ടുന്നത്, നിങ്ങൾക്ക് ഇത്രയല്ലേ വേറെ ബിസിനസ് തുടങ്ങിക്കൂടെ എന്നുള്ള രീതിക്കാണ്. പക്ഷേ ഞങ്ങൾ ഇതിലേക്ക് വരാനായിട്ടുള്ളൊരു കാര്യം, നമുക്കൊന്ന് കൃഷിയോടുള്ളൊരു താല്പര്യമുണ്ട്, 2 വരുന്ന തലമുറയ്ക്ക് നല്ല ഭക്ഷണം കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ളൊരു ഉദ്ദേശമുള്ളത്. സേഫ് ഫുഡിന് ഓർഗാനിക് തന്നെ വേണം. അത് നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എല്ലാവർക്കും വീടുകളിൽ തന്നെ അവരവർക്ക് പച്ചക്കറികൾ കൃഷി ചെയ്യാം. സുരക്ഷിതമായിട്ടുള്ളൊരു ഭക്ഷണം എല്ലാവർക്കും ഉണ്ടാവണം, സുരക്ഷിതമായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാവണം. അത് ജോലി സ്ഥലത്തായിരുന്നാലും ശരി, വീട്ടിലായിരുന്നാലും ശരി. അതുകൊണ്ടാണ് ഇൻഡോർ പ്ലാന്റ്സ് പോലുള്ള സാധനങ്ങൾ നമ്മൾ ഓഫീസുകളിൽ വയ്ക്കുന്നത് പോലും കെമിക്കൽ ഫ്രീ ആയിട്ട് ചെയ്യണം എന്ന് പറയാനായിട്ടുള്ള കാരണം. ഇപ്പോഴത്തെ ഇനിയുള്ള ജനറേഷൻ ഇതിലേക്ക് കുറേ കൂടെ വരിക, കൃഷിയെ, അതായത് ഫാമേഴ്സിനെ അവർക്ക് ബഹുമാനം കൊടുത്ത് അവർക്ക് അന്നം കൊടുക്കുന്നവരാണ്. അപ്പോൾ അവരെ ബഹുമാനിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത്, അതായത് ഒരു എൻജിനീയർ, ഡോക്ടർ എന്ന് മാത്രമല്ല, ഇതിൽ ഫാമിംഗ് കൂടെ വളരെ നമുക്ക് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ നിലനിൽപ്പിനുള്ള ആവശ്യമുള്ള ഒരു ഇതാണ് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പം അതിലേക്ക് ഒരുപാട് പേര് വരണം, അതിനെ സർക്കാരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബാക്കിയുള്ള എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു വിഷരഹിതമായ ഒരു നമുക്ക് ലോകം തന്നെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ.
കേരളത്തിലെ കർഷകരിൽ നിന്ന് മാത്രം മുഴുവൻ ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളും ശേഖരിച്ച് വിപണിയിൽ എത്തിക്കാൻ സാധിക്കാത്തതിനാലാണ് സംരംഭകർ അന്യ സംസ്ഥാനങ്ങളെ കൂടി ആശ്രയിക്കുന്നത്. നമുക്ക് തന്നെ കർഷകരെ കൂട്ടായ്മകളും ഗ്രൂപ്പുകളും ഉണ്ട്. അതായത് നിലവിൽ നമുക്ക് പ്രോഡക്റ്റ് തരുന്ന കർഷകരൊക്കെ തന്നെ നമ്മൾ മന്ത്ലി വൺസ് അവരെ വിസിറ്റ് നടത്താറുണ്ട്. ഇപ്പോൾ സർട്ടിഫിക്കേഷൻ ഉള്ള ഒരാൾക്കാരായി പോലും നമ്മൾ പോയിട്ട് അവിടെ ചെന്ന് കണ്ട് അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ചിലത്തിൽ കീടങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പുതിയ വിത്തായിരിക്കാം അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഗൈഡൻസ് ആയിരിക്കാം. അത്തരത്തിൽ നമ്മൾ പോയി കണ്ടിട്ട് അവർക്ക് വേണ്ട സാങ്കേതിക സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. പുതിയതായിട്ട് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് അവർക്കൊരു ട്രെയിനിങ് തന്നെ കൊടുക്കും. ഫസ്റ്റ് ലെവൽ എങ്ങനെ നമുക്ക് ഓർഗാനിക് കൃഷി ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ അതിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ളൊരു ഗൈഡൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. 2006 മുതലാണ് ഓർഗാനിക് ഫാമിംഗ് തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന എല്ലാ വിളകൾക്കും ന്യായമായിട്ടുള്ള വില കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുതന്നെയാണ് നമുക്ക് വീണ്ടും അത് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഊർജ്ജവും. ഇപ്പോൾ ഞാനും ഹസ്ബൻഡൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കൃഷിയോടുള്ളൊരു ഇഷ്ടവും അടുപ്പവും ഒക്കെ കാരണം ഞങ്ങൾക്ക് അതിനകത്ത് സമയം കണ്ടെത്താനും ഒക്കെ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. 2006 മുതലാണ് ഓർഗാനിക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഓർഗാനിക് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഒരു 6 വർഷം നമ്മൾ സ്വന്തമായിട്ട് ഓർഗാനിക് ഇത് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് സർട്ടിഫിക്കേഷൻ കിട്ടിയത്. ഞങ്ങൾ ഈ PGS സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം എല്ലാ വർഷവും അത് റിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആ സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ജെന്യൂനായിട്ടുള്ള ഓർഗാനിക് ഷോപ്സിലെ സാധനം കൊടുക്കാൻ പറ്റും. അപ്പോൾ കസ്റ്റമേഴ്സിന് വന്നു കഴിഞ്ഞാൽ അവരുടെ സ്ഥലം പോയി കാണാം, എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്നുള്ളത് കണ്ട് നേരിട്ട് കർഷകരുമായിട്ട് സംസാരിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ ഫുഡ് സേഫ്റ്റി തന്നെ ഇടയ്ക്ക് ഇവിടുന്ന് സാമ്പിൾ കളക്ട് ചെയ്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓർഗാനിക് ആണോ എന്നുള്ളത്. അതെല്ലാം പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഉള്ളത് നമുക്കൊരു കൃഷിയുടെ ഒരു ടീം തന്നെ ഇവിടെയുണ്ട്. ഈ പഴം പച്ചക്കറികൾ എന്നതുപോലെ തന്നെ പ്രധാനമുള്ളതാണ് ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, അരി അങ്ങനെയുള്ളത്. അപ്പോൾ ഇതിൽ ചില സാധനങ്ങൾ ഇപ്പം നമുക്ക് എന്താ പറയുക ഓർഗാനിക്കായിട്ട് ചെയ്യുമ്പോൾ ഓർഗാനിക്കായിട്ട് കഴിക്കുമ്പോൾ പഴങ്ങളെ പോലെ തന്നെ ഇതിലും കെമിക്കൽസ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. കൂടുതലും ഈ പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റോറേജ് കീടനാശിനികളാണ് ഉപയോഗിക്കുന്നത്. ഇത് ഒരുപാട് കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ നേരത്തെ ഇതിൽ ഉളുപ്പൻ, കുത്തൻ അങ്ങനെയുള്ള ജീവികൾ ഉണ്ടാവാറുണ്ട്. അതിന് പ്രതിരോധിക്കാനായിട്ട് ഇവർ ഫ്യൂമിഗേഷൻ, അതായത് കെമിക്കൽ ഉപയോഗിച്ചിട്ട് പുകയ്ക്കുക എന്നുള്ളൊരു സംവിധാനം ചെയ്യും. അതായത് നമ്മൾ ഹാർവസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നടക്കുന്നതാണ്, പോസ്റ്റ് ഹാർവസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് തരത്തിലുള്ള പെസ്റ്റിസൈഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് കുറേ കാലം ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഴം പച്ചക്കറികളെന്ന് മാത്രമല്ല ഈ ധാന്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും അതിൽ പ്രത്യേകം ശ്രദ്ധ വേണം. ഇത് ഉമ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. പാലക്കാടാണ് ഇത് കൃഷി ചെയ്യുന്നത്. ഇത് 40% തവിടുള്ള വെറൈറ്റിയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുമ്പോൾ ഡെയിലി യൂസിന് ചോറിനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ഇതാണ് പുഴുങ്ങലരിയാണിത്. പിന്നെ ഉള്ളത് ഇത് വന്നിട്ട് പാൽത്തൊണ്ടി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് വയനാടാണ് കൃഷി ചെയ്യുന്നത്. ഇത് ഏറ്റവും പച്ചരിയാണിത്. അതായത് പുട്ടുപൊടിക്ക് എടുക്കുക, ഇഡ്ഡലി അങ്ങനെ ഉപയോഗിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ പായസത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള പൊടിയരിയാണ്, പച്ചരിയാണ് ഇത് വരുന്നത്. വൈറ്റാണിത്. ഇത് പറയുന്നത് കറുപ്പ് കവണി അവലെന്നാണ് അരി റൈസ് എന്നാണ് ഇതിനെ പറയുന്നത്. ബ്ലാക്ക് റൈസ് എന്ന് ഒറ്റവാക്കി പറയാം. ബ്ലാക്ക് റൈസ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത് 100% ഇതിന് തവിട് കളഞ്ഞിട്ടില്ല, അതിൻ്റെ തോട് മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് പായസത്തിനാണ് ഏറ്റവും ബെസ്റ്റ്. പച്ചരിയാണ്. ഇഡ്ഡലി റൈസ് എന്ന് പറയും. ഇത് നേരത്തെ പറഞ്ഞ പോലെ വെള്ള അരിയാണ്, തവിട് കളയാത്ത അരിയാണ്. ഇത് കണ്ടാൽ അറിയാം, ഇതിൽ ചെറിയ ഇളം മഞ്ഞ കളറുണ്ട്. ഇത് ഉപയോഗിക്കുന്നത് ഇഡ്ഡലി ഉണ്ടാക്കാൻ, പലഹാരങ്ങൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു അരിയുടെ വെറൈറ്റി ഉള്ളത് സോന മസൂരി എന്ന് പറയും. ഏറ്റവും ചെറിയ അരിയാണ്, ബിരിയാണിക്കാണ് ഏറ്റവും ബെസ്റ്റ്. വൈറ്റ് റൈസാണ്. ഇതും തവിടോട് കൂടിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇളം മഞ്ഞ കളറാണ് ഇതിൻ്റെ തവിട്. പല അരികളും പല പല ടൈമാണ് വേകാനായിട്ട് എടുക്കുന്നത്. നമ്മൾ സാധാരണ അരി വേവിക്കും പോലെ ഇതിനെ വേവിച്ച് കഴിഞ്ഞാൽ വെന്ത് കിട്ടില്ല. ഇപ്പോൾ തവിടുള്ളത് കൊണ്ട് തന്നെ വേവാനായിട്ട് കുറച്ച് ടൈം കൂടുതലെടുക്കും. രണ്ടാമതായിട്ടുള്ളത് നമ്മൾ നോർമൽ ഇടുന്ന അത്രയും ക്വാണ്ടിറ്റി ഇടേണ്ട ആവശ്യമില്ല, വേസ്റ്റായിപ്പോവും. നമുക്ക് അത്രയും കഴിക്കാൻ പറ്റില്ല. ഈ ഓർഗാനിക്കിൽ തന്നെ ഫാം ചെയ്യുന്ന ഒരുപാട് ചെറിയ ചെറിയ ഫാമേഴ്സ് ഉണ്ട്. അവരെല്ലാം ഇൻഡിപെൻഡൻ്റായിട്ട് അടുത്തുള്ളവർക്കും അങ്ങനെയൊക്കെയാണ്. അതല്ലാതെ ഒരു കളക്റ്റീവായിട്ട് ഒരു സർക്കാരിൻ്റെ തരത്തിൽ തന്നെ ഒരു കളക്റ്റീവായിട്ട് ഇതുപോലെ ഒരു NGO അല്ലെങ്കിൽ ഈ ഫാമേഴ്സിനെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത്, അപ്പോൾ അവർ ചെറിയ ചെറിയ തോതിലായിരിക്കും പൈസയ്ക്കായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ അവരെ കൂടുതൽ കാശ് കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അവർ വീണ്ടും കൃഷിയിലേക്ക് താല്പര്യത്തോടു കൂടി വരുള്ളൂ.
കുട്ടികൾക്ക് കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക. കൃഷിയുടെ മാത്രമല്ല മണ്ണ് നിലനിൽക്കണം എന്നുള്ളതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള പാഠ്യപദ്ധതി ഉണ്ടായാൽ നന്നായിരിക്കും. അത് സ്കൂളുകളിൽ, ഗവൺമെൻറ് സ്കൂളുകളിൽ പിന്നെയും കണ്ടിട്ടുണ്ട് കുട്ടികൾ കൃഷിയിലൊക്കെ കുറച്ചൊക്കെ പങ്കെടുക്കുന്നുണ്ട്. പ്രൈവറ്റ് സ്കൂളുകളിലും അത് നിർബന്ധമാക്കണം. കുട്ടികളെ കൂടെ ഇൻവോൾവ് ചെയ്ത് കൃഷി ചെയ്യാനും മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും അതിനെ പരിപാലിക്കാനും കൂടെ അവരെ അതൊരു പാഠ്യ വിഷയം, ഒരു സബ്ജക്റ്റായിട്ട് കൂടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ കുട്ടികളും അത് ചെയ്യും. നാം ഓരോരുത്തരും നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ജൈവ കൃഷിക്ക് തുടക്കമിടണം. കൂടുതൽ സംരംഭകർ ഈ മേഖലയിലേക്ക് കടന്നു വരണം. ഇതിലൂടെ വേറിട്ടൊരു കാർഷിക സംസ്കാരം നമുക്ക് കെട്ടിപ്പടുക്കാം. നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.